ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കടകളിലൊക്കെ കിട്ടുന്ന കട്ട്ലേറ്റിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് നമ്മുടെ വീടുകളിലും തയ്യാറാക്കാൻ കഴിയുട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. എല്ലില്ലാത്ത ഇറച്ചി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എല്ലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വേവിച്ചതിന് ശേഷം അതെടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല. നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ചെറുതായി ഒന്ന് പിന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇത്രയും മതി. എരിവില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമുളക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഞാൻ ചിക്കൻ മസാല ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ആ മസാലകളും ചിക്കനും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കട്ട്ലേറ്റിന്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓയിലൊന്നും മുടിയിലാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസാലയിലുള്ള ഓയിൽ തന്നെ മതി. മുടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇതേ ഒരു നല്ല വൃത്തിയിലുള്ളൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മുടിയിലൊക്കെ ആക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പൊക്കെ ആയി വരുമ്പോഴത്തേക്കും കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലുള്ള മുടികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഈ മുട്ടയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതായത് റസ്ക് പൊടി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കട്ട്ലേറ്റ് ഇതുപോലെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒന്ന് ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും. നമുക്ക് പുറമേ ഒന്ന് ക്രിസ്പി ആയി കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ പുറമേ ഒക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.